Hello friends, Technique Malayalam channel like Swagadam. In നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്സാപ്പിലെ പേയ്മെന്റ്സ് ഫീച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴി പണം അയക്കാവുന്നതാണ്. ഇന്ത്യയിൽ ഈ ഫീച്ചർ as of now roll out ചെയ്തിട്ടില്ല, പക്ഷേ ബീറ്റ യൂസേഴ്സിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഫീച്ചർ ഉടൻ തന്നെ എല്ലാ യൂസേഴ്സിനും റോൾ ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വാട്സാപ്പ് വഴി നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം പണം അയക്കാവുന്ന ഒരു ഫീച്ചറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയിലാണ് അവൈലബിൾ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ ഗേറ്റ് വേ വഴിയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ തേസ് എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ കേട്ട് കാണും. ഗൂഗിൾ തേസ് അല്ലെങ്കിൽ ബീം എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ഇതെല്ലാം യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ UPI വഴിയാണ് പേയ്മെൻറ്റ്സ് നടത്തുന്നത്. അതായത് നമ്മുടെ മൊബൈൽ നമ്പർ മാത്രം മതി. ആ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് അതിനോട് ലിങ്ക് ചെയ്ത എല്ലാ അക്കൗണ്ട്സിലേക്കും നമുക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് ഈ പേയ്മെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ തരാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാട്സാപ്പ് ഒന്ന് തുറക്കാം. വാട്സാപ്പ് തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ പുതിയ ഓപ്ഷൻ കാണാം, പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ്. ഇതൊരു പുതിയ ഫീച്ചറാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇത് എനേബിൾ ആയിക്കോളുന്നില്ല. അപ്പോൾ ബീറ്റ യൂസേഴ്സിന് ഇപ്പോൾ എനേബിൾഡ് ആണ്, ബാക്കിയുള്ളവർക്ക് ഉടൻ തന്നെ എനേബിൾഡ് ആയി വരുന്നതാണ്. അപ്പോൾ പേയ്മെൻറ്റ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ വെരിഫൈ യുവർ ഫോൺ നമ്പർ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഫോൺ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യാം. പിന്നെ നമുക്ക് ബാങ്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഏത് ബാങ്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ബാങ്ക് ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ജസ്റ്റ് മൊബൈൽ നമ്പർ മാത്രം കൊടുക്കുകയുണ്ടായുള്ളൂ, പക്ഷേ എൻ്റെ ICICI ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അത് ഫെച്ച് ചെയ്തിരിക്കുകയാണ്. സെലക്ട് എ ബാങ്ക് അക്കൗണ്ട് ടു ആഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ്, വേറെ ബാങ്ക് അക്കൗണ്ടോ അതിൻ്റെ IFSC കോഡോ അങ്ങനത്തെ വേറെ കോഡ്സ് ഒന്നും ആഡ് ചെയ്യേണ്ടി വരില്ല. നമുക്ക് ജസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ കണക്ട് ചെയ്തതായിരിക്കണം ബാങ്ക് വഴി. പിന്നെ ബാങ്കിൽ UPI എനേബിൾഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ആഡ് ചെയ്തിരിക്കുകയാണ്, അതായത് ICICI ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. പേയ്മെൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല, പിന്നെ ആഡ് എ ന്യൂ അക്കൗണ്ട് എന്നും കാണാം. ഇനി നമുക്കൊരു പേയ്മെൻറ്റ് ചെയ്ത് നോക്കാം ഒരാൾക്ക്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ബാക്ക് പോയി പേയ്മെൻറ്റ് നടത്തേണ്ട ആളുടെ വാട്സാപ്പ് ചാറ്റ് ഹിസ്റ്ററി എടുക്കുക. നമ്മുടെ ഈ അറ്റാച്ച്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് കാണാം നമുക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എമൗണ്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഞാനൊരു സാമ്പിൾ എമൗണ്ട് എൻ്റർ ചെയ്യാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ആണ്. മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ആഡ് നോട്ട്, നമുക്കൊരു ടെസ്റ്റ് അക്കൗണ്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ പിൻ എൻ്റർ ചെയ്യണം. അതായത് ഈ അക്കൗണ്ടിൽ എനേബിൾ ചെയ്ത് പിൻ എൻ്റർ ചെയ്യണം. അതായത് ഈ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ UPI എനേബിൾ ചെയ്യുമ്പോൾ നമ്മളൊരു പിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പിന്നാണ് എൻ്റർ ചെയ്യേണ്ടത്. അത് ബാങ്ക് അക്കൗണ്ടായിട്ട് റിലേറ്റഡ്, അതായത് UPIൻ്റെ എനേബിൾ ചെയ്ത പിന്നാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. പിൻ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിങ് ചെയ്യാന്ന് ചെയ്യുക. പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ആ ചാറ്റ് വിൻഡോയിൽ പേയ്മെൻറ്റ്സ് ഡൺ എന്നുള്ളത് കാണുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു വാട്സാപ്പിലെ പേയ്മെൻറ്റ്സ് ഗേറ്റ് വേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് UPI വഴി വാട്സാപ്പിലെ പേയ്മെൻറ്റ് ഫീച്ചറാണ് ഡെമോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് ഫീച്ചർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എനേബിൾ ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ ആദ്യം ബാങ്ക് UPIയിൽ എനേബിൾഡ് ആയിരിക്കണം. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ മാത്രം കൊടുത്താൽ മതി. ആ മൊബൈൽ നമ്പറായിട്ട് കണക്ട് എല്ലാ അക്കൗണ്ട്സിൻ്റെയും ഡീറ്റെയിൽസ് അത് ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അക്കൗണ്ട് വഴി ആർക്ക് വേണമെങ്കിലും പൈസ അയക്കാവുന്നതാണ്. വളരെ സിമ്പിളായ ഫീച്ചറാണ്. ആ ആളുടെ എനേബിൾ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ പൈസ അയച്ച ആളുടെ അക്കൗണ്ടിൽ, അതായത് ആ ആളുടെ കണക്ട് ചെയ്ത അക്കൗണ്ടിൽ ഈ പൈസ വരുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു വാട്സാപ്പിലെ പേയ്മെൻറ്റ്സ് ഫീച്ചർ. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ഫീച്ചർ കിട്ടുന്നതാണ്. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം എളുപ്പത്തിൽ പണം അയക്കാവുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ ഇതായിരുന്നു വാട്സാപ്പിലെ പേയ്മെൻറ്റ്സ് ഫീച്ചർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ടെക്നോളജി റിലേറ്റഡ് ആയ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.